പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഞാൻ ഈ ധ്യാനത്തിനായി വായിക്കുന്നു. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചവനായ ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയോട് കർത്താവിന് സ്തോത്രം ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കർത്താവാണ് നമ്മളെ വിളിച്ചത്. ഒരു വിശ്വാസിയായിട്ടോ ഒരു ശുശ്രൂഷകനായിട്ടോ വ്യത്യസ്ത നിലയിൽ കൂടെ കർത്താവിന് സാക്ഷ്യം വഹിക്കത്തക്ക നിലയിൽ ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ ദൈവം ചെയ്യുന്ന 2 കാര്യങ്ങൾ പറയുന്നു. 1, നമ്മെ ഉറപ്പിച്ച്, 2, നമ്മെ ശക്തീകരിക്കും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ നമ്മുടെ എല്ലാ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവം. സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുന്ന ദൈവം. നമ്മൾ താണകുഴിയിലും കുഴഞ്ഞ ചീറ്റിലുമായിരുന്നു, എന്നാൽ നമ്മളെ അവിടുന്ന് കരം പിടിച്ചുയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ ഉറപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സ്വരമാണ്. നമ്മുടെ ദൈവം നമ്മെ ഉറപ്പിക്കും. ഈ ലോകം നമ്മെ കുലുക്കുമ്പോൾ, ലോകം നമ്മെ വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകം നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, ആ പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുകയും നിൽക്കത്തക്ക നിലയിൽ നമുക്ക് വേണ്ട ശക്തി നൽകുന്നവനുമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഏത് പ്രതികൂലത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ചുറ്റിലും പ്രതികൂലത്തിൻ്റെ കാറ്റുകളാണോ നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കുന്നത്, നിങ്ങൾ ഓർത്തുകൊള്ളുക, കർത്താവാണ് നിങ്ങളെ വിളിച്ചതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കുന്നവനായ ദൈവം. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വാക്കിതാണ്, ദൈവം ആരാണ്? നിങ്ങളെ ഉറപ്പിക്കുകയും അതുപോലെ തന്നെ ദൈവം നിങ്ങളെ ശക്തി നൽകുകയും ചെയ്യുന്ന ദൈവം. കഴുകനെ പോലെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ചിറകടിച്ച് പറന്നുയരത്തക്ക നിലയിൽ പ്രത്യാശയും വിശ്വാസമെന്ന 2 ചിറകുകൾ തന്ന് ആത്മാവിൻ്റെ സഹായത്താൽ മുൻപോട്ട് പോകുവാൻ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മൾ അനുഭവിച്ചറിയാൻ പോവുകയാണ്. ആകയാൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക. ദൈവം നമ്മളെ ഉറപ്പിക്കട്ടെ. അതേ, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ നമ്മൾ നിൽക്കും. കാരണം ദൈവത്താൽ ഉറയ്ക്കപ്പെട്ട അതേ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മളെ ആരെയും കുലുക്കിക്കളയുവാൻ ശത്രുവിന് സാധിക്കുകയില്ല. ആകയാൽ ഉറപ്പോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ദൈവം നൽകുന്ന ശക്തിക്കനുസരിച്ച് നമുക്ക് ഈ പകൽക്കാലം മുൻപോട്ട് ജീവിക്കാം. അതിനായി നമ്മുടെ മനസ്സിനെ ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.